ഹാപ്പി വലിയ ഒരു ഹായ് എടുത്തിട്ടില്ല. ഓക്കെ, ഏതായാലും വളരെ സന്തോഷമുള്ള ഇന്നൊരു ദിവസമാണ്. കാരണം നമുക്ക് ആദ്യപ്പോഴേ അതിൻ്റെ മെസ്സേജ് കിട്ടിയാലും നമുക്ക് അങ്ങനെ സഹായിച്ചു കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു 100-100ഓളം മൊബൈൽ ഇപ്പോൾ ആയി പയം തന്നിട്ടുണ്ട്. അവരെ വിഷമം കണ്ടിട്ട് നമുക്ക് സഹിച്ചില്ല. നമ്മളെല്ലാ ഗ്രൂപ്പിലിട്ടപ്പോൾ ഫോൺ ഷോപ്പിൽ പോയി സാധനം അപ്പോൾ തന്നെ നമ്മൾ ആയിട്ട് ഇവിടുത്തെ ഒരു BMD ഗ്രൂപ്പ് എന്നുള്ള ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞങ്ങളെല്ലാം. കുറേ പേര് നമ്മളെ നെഗറ്റീവ് പറയലാണ്, നമ്മൾ ഈ ഭീമാവളിയിലാണ് എല്ലാം ഇതാക്കുന്നത് പറഞ്ഞത്. പക്ഷേ ഞാൻ പറയുന്നത് 1000, 2000, 10,000 മൊബൈലല്ല, ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള മൊബൈൽ എന്ന് പറയുമ്പോഴത്തെ ഒരാളെ സ്വപ്നമായിരിക്കും. ആ സ്വപ്നം നമ്മൾ അവർക്ക് ഇന്ന് കൊടുത്തപ്പോൾ തന്നെ അവരെ മുഖത്ത് തന്നെ വളരെ സന്തോഷമായിരുന്നു. ഗൈസ്, രാവിലെ തന്നെ നമ്മുടെ ഷോപ്പിൽ 2 കസ്റ്റമർ വന്നു കേട്ടോ. അവർ വന്നത് അവരുടെ ഒരു ഫോൺ, പുതിയ ഫോൺ, ഒരു 6 മാസം പോലും ആവില്ല, ഒരു പുതിയ ഫോൺ എടുത്തിട്ട് അവരെ ഇന്ന് മിസ്സായിപ്പോയി. ആൾക്കാരൊക്കെ മിസ്സായിപ്പോയി. ഒരു 15+ ആണ് സാധനം, മിസ്സായിപ്പോയി. അപ്പം അവർ ഭയങ്കര പ്രയാസം അനുഭവിക്കും. നല്ല പ്രയാസത്തിലാണ് വന്നത്. നമ്മൾ രാവിലെ ജോലിക്ക് എന്തോ പോയത്, രാവിലെ തന്നെ പോയത്. രാവിലെ ഇപ്പോൾ ഒരു 1 മണിക്കൂർ ആവില്ല സംഭവം വരെ നഷ്ടപ്പെട്ടു കേട്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് ഇതാ, ഭീമാവളിയിൽ വന്നിട്ടുണ്ട് സാധനം. നമ്മളെ ഭീമാവളി ലൊക്കേഷനിൽ കാണിക്കുന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തന്നു. ഒരു സ്ക്രീൻഷോട്ട് വാട്സപ്പ് എനിക്ക് അയച്ചു തന്നെ. അപ്പോൾ ഞാൻ ഇതെല്ലാം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇട്ടു, നമ്മുടെ ഷോപ്പിലെല്ലാം അംഗങ്ങൾക്കെല്ലാം ഇട്ട് കൊടുത്തു. ഇതേപോലെ ഒരു ഫോൺ മോഷണം പോയിട്ടുണ്ട്. അപ്പം എല്ലാവരും അലേർട്ടായി ഇങ്ങനെ ഇരിക്കുകയാണ്. 1/2 മണിക്കൂറായില്ല ഒരു ഷോപ്പിൽ ഇതേപോലെ സാധനം കൊണ്ടുപോയി. ആള് സ്പോട്ടിൽ പിടിച്ച് നിർത്തി. പക്ഷെ ആൾ മിസ്സായി കേട്ടോ. ആള് മനസ്സിലായി, ആൾക്ക് എന്തായാലും ഐഫോണല്ലേ പിടി വീഴുമെന്ന് അറിയാൻ ആൾ ഇറങ്ങി ഓടി. സംഭവം എന്ന് വെച്ചാൽ ഇതാണ് സാധനം. രാവിലെ 1 മണിക്കൂർ നഷ്ടപ്പെട്ട സാധനമാണിത്. അപ്പോൾ ഞാൻ ആളെ വിളിച്ച് പറഞ്ഞു സാധനം കിട്ടിയിട്ടുണ്ട്. അവർ പ്രൂഫൊക്കെ എടുക്കാണ്ടി പോയതാണ്. അപ്പോൾ ആളെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ സാധനം ഇവിടെ കിട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് വാ, ഓടി വാ, സാധനം എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഭയങ്കര സന്തോഷത്തിൽ എന്ന് വെച്ചാൽ അവരെ കണ്ടാലും ഭയങ്കര പാവപ്പെട്ട കുറച്ച് പയ്യന്മാരാണ്. അവർ നമുക്ക് അറിയാമല്ലോ, അവരൊക്കെ പയ്യന്മാർ ഭയങ്കര ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത പൈസ വാങ്ങിച്ചൊരു ഫോണാണ്. എത്ര പൊന്നുപോലെ നോക്കുന്നൊരു ഫോൺ മിസ്സായി പോയാൽ നമ്മളൊക്കെ ഇന്ന് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ആ ഒരു വിഷമം നമുക്ക് മനസ്സിലാവുമല്ലോ. എന്തോ അവർക്ക് അതിനുള്ളൊരു ലക്കുള്ളതുകൊണ്ട് സാധനം നമ്മളെ തന്നെ കിട്ടി. അവരെ വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരും. കാരണം വെച്ചാൽ അവർ നമ്മുടെ ആ ടൈം കറക്റ്റായിട്ട് അവർ അന്വേഷിച്ചിറങ്ങിയതുകൊണ്ട് ചില ആൾക്കാർ പോയാലും ഇങ്ങനെ ഇട്ട് അലട്ട് എവിടെ പോയിട്ട് എവിടെ പോകുന്നത്. ഇത് കറക്റ്റായിട്ട് അവർ എല്ലാ ഷോപ്പും കയറി ഇറങ്ങി അന്വേഷിച്ച് അവർ നല്ല പ്രവർത്തിച്ച് നമുക്ക് കാണുമ്പോൾ തന്നെ അവർ വല്ലാത്തൊരു ടെൻഷനിൽ വന്ന ആ ഒരു ഫീല് കണ്ടുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ച് മൊത്തം അങ്ങ് ഇട്ടുകൊടുത്തത്. പക്ഷേ അവർ മെനക്കെട്ടതിൻ്റെ ഒരു ഫലം അവർക്ക് തന്നെ കിട്ടി കേട്ടോ. സാധനം തിരിച്ച് കിട്ടി. ഇനിയിപ്പോൾ അവർ വരുമ്പോൾ നമ്മൾ അവരുടെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് നോക്കാം. നമ്മള് ഗ്രൂപ്പിലൊക്കെ ഇട്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഏതായാലും വളരെ സന്തോഷമുള്ള ഇന്നൊരു ദിവസമാണ്. കാരണം വെച്ചാൽ രാവിലെ തന്നെ നമ്മളെ ഫൈസൽ ഒരു iPhone 15 അയാൾ പോയെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കിട്ടുകയും കറക്റ്റായിട്ട് അടുത്ത കടയിൽ അത് കൊണ്ടുവന്നപ്പോഴത്തേന് അപ്പം തന്നെ ഫൈസലിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റി. ഇതിപ്പോൾ ഒരു കാര്യമല്ല, ഇതുപോലെ ഒരുപാട്, കാരണം നമ്മൾ ഈ മാർക്കറ്റിൻ്റെ അകത്ത് ഒരുപാട് പേര് ഇതുപോലെ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യപ്പോഴേ അതിൻ്റെ മെസ്സേജ് കിട്ടിയാലും നമുക്ക് അങ്ങനെ സഹായിച്ചു കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു 100-100ഓളം മൊബൈൽ ഇപ്പോൾ ആയി. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടുത്തെ നമ്മളെ സൈബർ സെല്ലായാലും പൂന്തർ സ്റ്റേഷനായാലും വന്നിട്ടാണെങ്കിൽ നമ്മളെ ഇതിൻ്റെ കമ്മീഷണർ ഓഫീസ് ഇവരെല്ലാം ആയിട്ട് ഇവിടുത്തെ ഒരു BMD ഗ്രൂപ്പ് എന്നുള്ള ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞങ്ങളെല്ലാം. അപ്പോൾ ആ രീതിയിൽ തന്നെ ഞങ്ങൾ ഒരുപാട് സഹായിച്ചു. അതുപോലെ ഈ മൊബൈൽ ചിലവർക്ക് മിസ്സായി പോയി, വലിയ മൊബൈൽ. അടുത്ത കാലത്ത് തന്നെ S20 Ultra വന്നിട്ടാണെങ്കിൽ ഇവിടെ അത് പോവുകയും അത് കൊണ്ടുവന്ന് അവസാനം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ അവർ ഈ സംഭവം അവർ കടപ്പുറം മടി തള്ളുന്ന ആൾക്കാരാണ്. അങ്ങനെ അവർ വന്നിട്ടാണെങ്കിൽ അവർ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്താക്കിയെന്നറിയാമോ, അത് അവരെ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇത് നിങ്ങൾക്ക് ഒന്നും ഉപകാരമില്ല, നിങ്ങൾക്ക് കൊടുക്കാനും പറ്റൂല, നിങ്ങളൊരു കാര്യം ചെയ്യാൻ സിം ഇട്ട് വെച്ചോ, അവർ വിളിക്കുമ്പോഴത്തേക്കും വിളിച്ചാൽ. കാരണം വെച്ചാൽ അവരെ പാവപ്പോഴും ഞാൻ പറഞ്ഞ് അവർ എന്തെങ്കിലും തരും, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി കാര്യം. ശംഖുമുഖത്ത് കടപ്പുറത്ത് അവർ രാവിലെ വള്ളം തള്ളാൻ പോയപ്പോഴത്തേക്കും കിട്ടിയതാണ്. ഇതുപോലെ നിരവധി കേസ്. അപ്പോൾ നമുക്ക് വളരെ സന്തോഷമാകും. കാരണം വെച്ചാൽ അവർ വന്ന്, കാരണം സാധാരണ കുറേ പേര് നമ്മളെ നെഗറ്റീവ് പറയലാണ്, നമ്മൾ ഈ ഭീമാവളിയിലാണ് എല്ലാം ഇതാക്കുന്നത് പറഞ്ഞത്. പക്ഷേ ഞാൻ പറയുന്നത് ഈ അടുത്ത കാലത്ത് ഈ BMD ഗ്രൂപ്പ് വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, കാരണം വെച്ചാൽ ഇപ്പോൾ ഈ ഫൈസയുടെ യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ മുമ്പും നമ്മൾ ഒരുപാട് പേരെ സഹായിച്ചായിരുന്നു. കാരണം ഇത് വലിയൊരു സഹായം തന്നെ. കാരണം വെച്ചാൽ ഇത് 1000, 2000, 10,000 മൊബൈലല്ല, ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള മൊബൈൽ എന്ന് പറയുമ്പോഴത്തെ ഒരാളെ സ്വപ്നമായിരിക്കും. ആ സ്വപ്നം നമ്മൾ അവർക്ക് ഇന്ന് കൊടുത്തപ്പോൾ തന്നെ അവരെ മുഖത്ത് തന്നെ വളരെ സന്തോഷമായിരുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും മൊബൈൽ മിസ്സാവുകയാണെങ്കിൽ
നിങ്ങൾ വന്നിട്ടാണെങ്കിൽ ഇതുപോലെ ഫൈസൽ നമ്പർ നിങ്ങൾ ആരെങ്കിലും സേവ് ചെയ്തിട്ടാൽ നിങ്ങൾ എന്തെങ്കിലും മിസ്സായാൽ നിങ്ങളിവിടെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ വന്നാൽ നിങ്ങളെ സഹായിച്ച് തരാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുപോലെ ഒരുപാട് പേര് കളഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞാൽ മൊബൈൽ കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾ മാക്സിമം കാരണം വെച്ചാൽ അവരെന്താക്കണം സിം ഇട്ട് വെച്ച് അവരെ വിളിച്ച് നമ്മൾ കൊടുക്കലുണ്ട്. അപ്പോൾ ഏതായാലും ഇന്ന് വളരെ സന്തോഷമായ ദിവസമായതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. ആരെങ്കിലും മൊബൈൽ മിസ്സായാൽ നമ്മളെ ഫൈസലായ നമ്പർ സേവ് ചെയ്തിട്ട് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോഴേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യല്ലേ. നമുക്ക് ഭയങ്കര ഇത്രയും പെട്ടെന്ന് കിട്ടും നമ്മൾ വിചാരിച്ചില്ല. നിങ്ങള് ആ സമയം കറക്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ വന്ന ടൈമാണ് കറക്റ്റ്. അതെ, നിങ്ങൾ വന്ന ടൈം കറക്റ്റ് ആയിരുന്നു, അതുകൊണ്ട് സാധനം കിട്ടി. കുറച്ചുകൂടെ ലേറ്റ് ആയോ വേറെ എന്തെങ്കിലും ആവശ്യം കഴിഞ്ഞിട്ടാണ് വന്നതെങ്കിൽ സാധനം കിട്ടൂല, നമുക്കും കിട്ടൂല. ഇത് നിങ്ങൾ രാവിലെ വന്നോണ്ട് ഞാൻ വിചാരിച്ചു ഉറപ്പായിട്ട് കിട്ടുന്ന പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു. പ്രതീക്ഷ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ചില ഓഫ് ആയിട്ട് എന്ത് ചെയ്യും, പാർട്സ് എന്തെങ്കിലും എടുക്കാൻ ഡിസ്പ്ലേ എടുക്കുക, ഫോണച്ച് യൂസ് ഒന്നുമില്ല, എടുത്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കും. പക്ഷെ ഇത് എടുത്തവന് ഓണാക്കാനുള്ള ബുദ്ധിയില്ലേ, ഓഫാക്കാനുള്ള ബുദ്ധിയില്ലായിരുന്നു. ഒരു 8:30-9 മണിക്ക് അതൊന്നും പോയാണ് ജോലിയുടെ ഇടയിൽ പോയത്. അപ്പം മുതൽ വിളിക്കുമ്പോൾ ബെല്ലടിക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഏതെങ്കിലും ഷോപ്പിൽ പോകുമ്പോൾ അവർ നോക്കും, അവർ പിടിച്ച് നിർത്തും. പിന്നെ ഇവിടെ ഷോപ്പിലൊന്നും പോയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു എഡ്ജ് ഡിസ്പ്ലേ ഉള്ള ഫോൺ ഒന്ന് കൊണ്ടുവന്നില്ല. കട തുറക്കാൻ ടൈമായില്ല. എനിക്കറിയാം 11 മണിയാകുമ്പോൾ കയറും, എന്തായാലും കയറും. ഏത് കടയാണ് പോയത്? പുറത്തുള്ള ഷോപ്പിൽ, പള്ളി ലൈനിലുള്ള ഷോപ്പിൽ. അത് ഈ പുള്ളിയുടെ സഹോദരന്റെ ഷോപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടിയതുകൊണ്ട് നമ്മൾ മെസ്സേജ് ആ ഫോട്ടോ എടുത്ത് എനിക്ക് വാൾപേപ്പർ എല്ലാം അയച്ചതുകൊണ്ട് അവിടെ ഓൺ ചെയ്ത് നോക്കി സാധനം ടപ്പന് അയാളെ ഓഫ് ചെയ്യാൻ പറഞ്ഞു, ഓഫ് ചെയ്തു. അതുകൊണ്ട് സാധനം തൂക്കി. എന്തായാലും ഹാപ്പി ആയി. വലിയ ഉപകാരം. ഒരു ഹായ് എടുത്തിട്ടില്ല. ഓക്കെ, ഹലോ. നമ്മൾ സന്തോഷത്തിലായി പോയുടെ. ശരി, നമ്മൾ കുറച്ച് മുമ്പ് വീഡിയോ എടുത്ത് കിട്ടിയപ്പോൾ തന്നെ കുറച്ച് വീഡിയോ എടുത്ത് ഇതേപോലെ ഒരു പായം വരെ തന്നിട്ടുണ്ട്. അവരെ വിഷമം കണ്ടിട്ട് നമുക്ക് സഹിച്ചില്ല. നമ്മൾ എല്ലാ ഗ്രൂപ്പിലും ഇട്ടപ്പോൾ അതാ ഫോൺ ഷോപ്പിൽ പോയി, സാധനം അപ്പോൾ തന്നെ നമ്മൾ റിക്കവർ ചെയ്തു. ആളിപ്പോൾ അവരെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പം അതിൻ്റെ ബാക്കിയാണത്. നീ എന്തിനാണ് പറയാനുള്ളത്? ഹാപ്പിയാണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് സ്റ്റേഷനിൽ വിളിച്ച് പോലീസിനെ വിളിച്ച് അവിടെ കൊടുക്കാന്നാണ് ഇരുന്നത്. മനസ്സിലായ? അവിടെ വിളിച്ച് കൊടുക്കാന്നാണ് ഇരുന്നത്. നിങ്ങൾ അവിടെ വിളിച്ച് ഡീൽ ചെയ്ത് കൊടുക്കാന്നാണ് ഇരുന്നത്. സ്റ്റേഷൻ വഴി തന്നെ ബന്ധപ്പെട്ട് കൊടുക്കാന്നൊക്കെ ഇരുന്നത്. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന് പുള്ളി തന്നെ പറഞ്ഞു പെട്ടെന്ന് തീരുവല്ലേ, ഇനി സ്റ്റേഷനിൽ പോയി മെനക്കെടണ്ട, പെട്ടെന്ന് കിട്ടിയത് പെട്ടെന്ന് കൊടുത്തുവിടാൻ പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളെ പണിയും നടക്കട്ടെ. എന്ത് രാവിലെ പണിക്കിറങ്ങിയതല്ലേ, അപ്പം ഹാപ്പി ആയിട്ട് അവിടെ എന്തെങ്കിലും കൊടുത്താൽ മതി. പുള്ളിയുടെ സഹോദരൻ എടുത്തത് പുള്ളി എന്തെങ്കിലും കൊടുത്താൽ. ഓക്കെ, താങ്ക് യു. ഏകദേശം